ബിഗ് ബോസിൽ ജാസ്മിൻ ജാഫറിനെ പിന്തുണച്ചതിന്റെ പേരിൽ നേരിട്ട സൈബർ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ച് ആക്ടിവിസ്റ്റ് ദിയ സന. ജാസ്മിനു വേണ്ടി സംസാരിച്ച സാഹചര്യം വന്നതാണെന്ന് ദിയ പറയുന്നു. അതേസമയം ഈ വിഷയത്തിൽ തന്നെ പിന്തുണച്ചവരുമുണ്ടെന്ന് ദിയ സന വ്യക്തമാക്കി. ജാസ്മിനെ പിന്തുണച്ചതിനെ അനുകൂലിച്ചുകൊണ്ട് തനിക്ക് വന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടിനൊപ്പം ദീർഘമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ദിയ സന. ജാസ്മിനു വേണ്ടി സംസാരിക്കേണ്ടി വന്ന ഘട്ടങ്ങളെക്കുറിച്ച് ദിയ വിശദീകരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്. ഇവരെ പലരെയും എനിക്ക് അറിയത്തു പോലുമില്ല. ഇപ്പോൾ ഇട്ട സ്ക്രീൻഷോട്ടിൻ്റെ DP പോലും കാണിക്കുന്ന രീതിയിൽ എനിക്കൊരു പോസ്റ്റ് ഇടാൻ പറ്റില്ല. കാരണം ജാസ്മിനെ ആര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ വളരെ വലിയ തോതിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുണ്ട്. ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ ബിഗ് ബോസ് ഗെയിമിൻ്റെ വിമർശനങ്ങൾക്കൊപ്പം അവരുടെ വ്യക്തിജീവിതത്തെ അവരുടെ കുടുംബത്തെയും ബുള്ളി ചെയ്യാനും ആക്രമിക്കാനും തുടങ്ങിയ സാഹചര്യത്തിലാണ് ഞാൻ അവരെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയത്. പബ്ലിക്കിൽ കൂടി അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓപ്പണായി പറയാൻ തുടങ്ങിയത്. ഓപ്പൺ ആവുന്നത് പോലും ഇനി ഞാൻ പറയുന്ന സാഹചര്യത്തിലാണ്. ഇവിടെ ഞാൻ നിരന്തരം ഇത്തരം ബുള്ളിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമല്ല, കേരളത്തിൽ ഏതെങ്കിലും ഭൂരിപക്ഷ പ്രതിനിധി അവർക്കെതിരെ എനിക്ക് വിമർശനം ഉന്നയിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ അപ്പോൾ ഞാൻ ഇതുപോലെ ബുള്ളി ചെയ്യാറുണ്ട്. ഇത് തുടരുന്ന കാഴ്ചയാണ്. ഇവിടെ ഞാൻ പ്രതികരിച്ചു തുടങ്ങിയ സാഹചര്യം ബിഗ് ബോസ് സീസൺ 6 ഒരു മത്സരാർത്ഥി സിബിൻ എന്ന വ്യക്തി ഒരു സ്റ്റോറിയിൽ കള്ളു കുടിച്ചുകൊണ്ട് എന്നെപ്പറ്റി ജാസ്മിൻ PR എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സാഹചര്യത്തിലാണ്. എന്നിട്ടും അതിനുള്ള പ്രതികരണം ഞാൻ സർക്കാസ് രൂപേണ ആണ് പ്രതികരിച്ചത്. അതിനുശേഷം ആര്യയുടെ ചാനലിൽ ആര്യയും സിബിനും കൂടി എന്നെ ബോധത്തെ ആക്ടിവിസത്തെ പറ്റി ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. അവർ തന്നെ എന്നെ വിളിച്ച് റെസ്പോണ്ട് കിട്ടിയപ്പോൾ തോന്നിയ പോലെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂകൾ നടന്നു. എന്നോട് ചോദിക്കുന്നതിനുള്ള മറുപടികളാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ താല്പര്യങ്ങളും ഇവിടെയൊക്കെയും സിബിൻ വിഷയം ചോദ്യമായി വന്നു. എൻ്റെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഞാൻ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞു. സിബിനെ വ്യക്തിപരമായി എവിടെയും ഞാൻ അതുവരെയും അയാളെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നീട് ഒരു ചാനലിൽ ഇതേ സിബിൻ ആങ്കറിനോട് അങ്ങോട്ട് എൻ്റെ പേര് ഇടുകയും കുറെ മോശമായി എന്നെപ്പറ്റി പറയുകയും കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ ഇവളെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് എൻ്റെ വ്യക്തിത്വത്തെ പബ്ലിക്കിൽ ബുള്ളിങ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം പലരോടും പേഴ്സണലി കോൾ ചെയ്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ രാത്രി കാറിൽ കൊണ്ട് ഇറക്കുന്നത് ഞാനാണ് എന്നൊക്കെ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു. ഇതിൻ്റെ റെക്കോർഡ് ഉൾപ്പെടെ എൻ്റെ കൈവശമുണ്ട്. ഇവിടെ നിന്നാണ് ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയി ഞാൻ ഇടപെടുന്നത്. സിബിന് ബിഗ് ബോസിൽ സംഭവിച്ചത് വിഡ്രോവൽ സിൻഡ്രം ആണെന്നുള്ള വസ്തുതയും സത്യവും പറയുന്നു. കൂട്ടത്തിൽ എനിക്ക് അയാളോടുള്ള വിമർശനങ്ങളും തെറിവിളിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാവുന്നുണ്ട്. അതായത് സിബിൻ എന്ന ഉടായ്പ് എന്നോട് വന്ന് ചോദിച്ചു വാങ്ങിയത്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന വേറൊരു കാര്യം എൻ്റെ തെറിവിളി വോയിസ് ക്ലിപ്പ് പുറത്ത് ഇടാനുള്ളത് എന്നാണ്. എനിക്ക് മാന്യമല്ലാത്ത മര്യാദയില്ലാത്ത പ്രതികരണങ്ങൾ നമ്മളെ ജീവിതത്തെ ഇല്ലാതാക്കി കളയാം എന്ന അജണ്ടയുമായി വരുന്ന ഏതവനായാലും ഇവിടുത്തെ സൈബർ ലോകകൾ ശക്തമായ സാഹചര്യത്തിൽ സെൽഫ് ഡിഫെൻസായി പ്രതികരിക്കേണ്ടി വരും. അത് ഗതികെട്ട രീതിയിൽ. അപ്പോൾ വന്ന് ചോദിക്കുന്നവർ ഇങ്ങനെ കൊണ്ടുകൊണ്ട് പോകും. ഇവിടെ മര്യാദകെട്ട രീതിയിൽ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്ത് ഇവന്മാർ തന്നെ ചെയ്യിക്കുന്നതാണ്. ഇവിടെ ഈ തെറിവിളിയൊക്കെ പേഴ്സണൽ ഞാൻ വിളിക്കുന്നതാണ്. പുരുഷ വിരുദ്ധ തെറികളുടെ ഒരു റിസർച്ചിലാണ് ഞാൻ ഇപ്പോൾ. ദയവ് ചെയ്ത് സ്ത്രീ വിരുദ്ധ തെറികൾ ഞാൻ തന്നെ വിളിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത് ചോദ്യം ചെയ്തതിനാണ് വിഷമം. എൻ്റെ തെറിവിളി പോലും എന്നെ ബുള്ളി ചെയ്തതെന്ന പേരിൽ വരുമാനത്തിനായി നാണമില്ലാത്തവന്മാർ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ തെറിവിളി കേട്ട് അന്നം കിട്ടുന്നവരും ആ തെറിവിളി കേട്ടവർ ദിയ സനയുടെ തെറി കേട്ട് ഫേമസ് ആവാനുള്ള ഇനിയുള്ള മുന്നോട്ടുള്ള അറിയപ്പെടും. മുൻപും സൈബർ ഇടത് തോന്നിവാസം പറഞ്ഞതിനെ ഗതികെട്ട രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് തുടർന്ന് ഈ സ്ത്രീ നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്യേണ്ട സാഹചര്യത്തിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള വിഷയങ്ങളൊക്കെ പതുക്കെ പതുക്കെ വരും. എന്തായാലും മുന്നോട്ട് തന്നെ പോവും. ഇവിടെയും അഭിപ്രായങ്ങൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് തോന്നിയത് എഴുതിപ്പിടിപ്പിക്കുന്ന ഫേക്ക് ഐഡിയകളായിട്ടുള്ള എല്ലാവരെയും ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇറങ്ങിയപ്പോൾ സാത്താനെ കൂടെ നിന്ന് ഇപ്പോൾ കൂടെയുള്ള എല്ലാവരോടും നന്ദി. ദിയ സനയുടെ കുറിപ്പ് ഇങ്ങനെയാണ്.